നമുക്കറിയാം, കേന്ദ്രത്തിലെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നത് BJP എന്ന രാഷ്ട്രീയ പാർട്ടിയാണ്. BJPയുടെ നേതൃത്വം RSSനാണ്. RSS, BJP ഇവരൊക്കെ നമ്മുടെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും നല്ല രീതിയിൽ സ്വാധീനം ഉറപ്പിച്ചിട്ടുണ്ട്. അവർക്ക് കേരളത്തിലും സ്വാധീനം ഉറപ്പിക്കണമെന്നുണ്ട്. കേരളവും കേരളീയരും അവരെ സ്വീകരിക്കുന്നില്ല. അതിൻ്റേതായ അമർഷം, അതിൻ്റേതായ വിരോധം, അതാണ് കേരളം തകരട്ടെ എന്ന സമീപനത്തിലേക്ക് എത്തിച്ചത്. ഇത് BJPയുടെ സമീപനം. എന്നാൽ 2016 വരെ മാറി മാറി അധികാരത്തിലിരുന്ന കോൺഗ്രസും UDFും എന്ത് നിലപാടാണ് എടുത്തത്? കേരളം വലിയ പ്രതിസന്ധി നേരിടുമ്പോൾ സഹായിക്കാത്ത കേന്ദ്രത്തിനെതിരെ അരയക്ഷരം സംസാരിക്കാൻ കോൺഗ്രസോ UDFോ തയ്യാറായില്ല. ആ ഘട്ടത്തിൽ കേന്ദ്രത്തെ പിന്താങ്ങുന്ന നിലപാടാണ് എടുത്തത്. കേരളത്തെ കുറ്റപ്പെടുത്തി കേന്ദ്രത്തിൻ്റെ സമീപനത്തെ ശരിവെക്കാനാണ് ശ്രമിച്ചത്. എന്താണ്? കേരളം തകരട്ടെ എന്ന BJP സമീപനത്തോടൊപ്പം കോൺഗ്രസും UDFും നിൽക്കാൻ കാരണം നമ്മൾ അനുഭവിക്കുന്ന ഉപരോധം, വലിയ തോതിലുള്ള അവഗണന, അവയ്ക്കെതിരെ നാം പലതരത്തിലുള്ള നടപടികൾ സ്വീകരിച്ചു. ഒരു ഭാഗം കേന്ദ്ര ഗവൺമെൻറ്റിനോട് തന്നെ നിവേദനം നടത്തി കാര്യങ്ങൾ അവതരിപ്പിക്കൽ, മറ്റൊന്ന് പ്രക്ഷോഭരൂപം. എല്ലാം വിഫലമായപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചു. സുപ്രീം കോടതി കേരളത്തിൻ്റെ വാദത്തിൽ കടമ്പുണ്ടെന്ന് കണ്ടു. ഭരണഘടനാ ബെഞ്ച് വിശദമായി കേൾക്കട്ടെ എന്ന് തീരുമാനിക്കുന്ന അവസ്ഥയുണ്ടായി. ഇപ്പോൾ അവിടെ കിടക്കുന്നു. ഇവിടെ കേന്ദ്രത്തിനെതിരെ പ്രക്ഷോഭം നടത്താൻ തയ്യാറായപ്പോൾ ഞങ്ങൾ കോൺഗ്രസിനോട് UDFിനോടും ആവശ്യപ്പെട്ടു, നമുക്ക് ഒന്നിച്ച് പ്രക്ഷോഭം നടത്താം. ഇല്ല, ഞങ്ങളില്ല എന്ന മറുപടി. എന്താണ്? BJPയുടെ മനസ്സ് നേരിയ തോതിൽ പോലും മുഷിയാൻ പാടില്ല എന്ന സമീപനം കോൺഗ്രസിനും UDFിനും വരാൻ കാരണം. അതല്ലെങ്കിൽ BJPയുടെ കേരളം തകരട്ടെ എന്ന മനോഭാവത്തോടൊപ്പം ചേർന്ന് നിൽക്കാൻ കേരളത്തിൽ പലവട്ടം അധികാരത്തിലിരുന്ന കോൺഗ്രസിനും UDFിനും എങ്ങനെ കഴിഞ്ഞു? ഇവിടെ നാം കാണേണ്ടത് ഇവരെല്ലാം ആഗ്രഹിച്ചതുപോലെ തകർന്നു പോവുകയല്ല കേരളം സംഭവിച്ചത്. കേരളത്തിന് ഈ ഘട്ടങ്ങളിൽ അവരാഗ്രഹിച്ചതുപോലെ തകരാൻ പറ്റുമായിരുന്നില്ല. നമുക്ക് അതിജീവിച്ചേ മതിയാകുമായിരുന്നുള്ളൂ. നല്ല അതിജീവനം, ലോകവും രാജ്യവും അത്ഭുതപ്പെടുമാറുള്ള അതിജീവനമാണ് കേരളം നടത്തിയത്. എങ്ങനെ കേരളത്തിന് സാധിച്ചു എന്ന് ലോകം തന്നെ ആശ്ചര്യപ്പെട്ടു. നമുക്ക് ആശ്ചര്യമില്ല. കാരണം നാടും ജനങ്ങളും ഒരുമയോടെ, ഐക്യത്തോടെ ഇതിനോടൊപ്പം നിന്നു. നല്ല ഒരുമയും ഐക്യവും നാടും ജനങ്ങളും കാണിക്കുന്നതാണ് നമ്മുടെ അതിജീവനത്തിൻ്റെ രഹസ്യം. ഇതേവരെ ഞങ്ങൾ നടത്തിയ എല്ലാ പ്രവർത്തനങ്ങളും ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ടതായിരുന്നു. ജനങ്ങളുമായി ഏറ്റവും നല്ല ഇടയെടുപ്പം സ്ഥാപിച്ചുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളത്. ഞങ്ങൾക്ക് ജനങ്ങളെ വിശ്വാസമായിരുന്നു, ജനങ്ങൾക്ക് ഞങ്ങളെയും വിശ്വാസമായിരുന്നു. അതേ നിലയാണ് ഈ തെരഞ്ഞെടുപ്പിലും ഞങ്ങൾ സ്വീകരിക്കുന്നത്. ജനങ്ങളുടെ അന്തിമവിധി അത് നാം ഇന്ന്
എത്തിച്ചേർന്നിട്ടുള്ള അവസ്ഥയിൽ നിന്ന് കൂടുതൽ പുരോഗതിയിലേക്ക്, നേട്ടത്തിലേക്ക്, വികസനത്തിലേക്ക് കേരളത്തെ നയിക്കാൻ LDF-ന് മാത്രമേ കഴിയൂ എന്ന ചിന്തയിലൂടെ വരുന്ന ഒന്നായിരിക്കും. ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ഇവിടെ ഒല്ലൂരിൽ സഖാവ് കെ രാജൻ ഈ കഴിഞ്ഞ മന്ത്രിസഭയിൽ റവന്യൂ മന്ത്രിയായി മികവാർന്ന പ്രവർത്തനം നടത്തിയ ഒരു പാർലമെന്റേറിയനാണ്. പാർലമെന്റേറിയൻ എന്ന നിലക്ക് നല്ല പ്രവർത്തനമാണ് അദ്ദേഹം കാഴ്ചവെച്ചിട്ടുള്ളത്. ഭരണകർത്താവ് എന്ന നിലക്കും നല്ല പ്രവർത്തനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. എല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ്. പുതുക്കാട് രാമേന്ദ്രൻ വീണ്ടും മത്സരിക്കുന്നു. രാമേന്ദ്രനും നല്ല രീതിയിൽ തന്നെ നമ്മുടെ നിയമസഭയിൽ ശോഭിച്ച നിയമസഭാംഗമാണ്. തൃശ്ശൂരിൽ പുതിയൊരു മത്സരം നടക്കുകയാണ്. ഇതേവരെ കലാരംഗത്ത്, സാഹിത്യരംഗത്ത്, കവിതാരംഗത്തൊക്കെ നല്ല രീതിയിൽ ശോഭിച്ചിരുന്ന ആലങ്കോടാണ് ഇവിടെ സ്ഥാനാർത്ഥിയായി വന്നിട്ടുള്ളത്. ഇവരെല്ലാവരും ഒന്നിനൊന്ന് മെച്ചപ്പെട്ടവരാണ്. എല്ലാവരെയും നല്ല ഭൂരിപക്ഷത്തോടെ വിജയിപ്പിച്ച് നിയമസഭയിലേക്ക് അയക്കുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ അഭിവാദ്യം.